കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിൻ്റെ മേൽ ആക്രമണം അഴിച്ചുവിടുകയും ലോകമെമ്പാടും ഉറ്റുനോക്കുന്നത് ഇസ്രായേൽ ഇനി ഇതിനെ എങ്ങനെയാണ് തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ്. US ഇസ്രായേലിന് പരസ്യമായി തന്നെ പിന്തുണ പ്രഖ്യാപിക്കുകയും ഇറാൻ അതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ കുറേ സഖാക്കന്മാരും ദേശാഭിമാനി പത്രവുമെല്ലാം ഇറാനു വേണ്ടി നിലകൊള്ളുന്നു, കേരള രാജ്യം ഇറാനോടൊപ്പം എന്ന രീതിക്ക്. അപ്പോൾ നമ്മൾ ഇനി ചിന്തിക്കേണ്ടത് ഇന്ത്യ ആരോടൊപ്പം നിൽക്കും? അത് ഉറപ്പാണ്, ഇസ്രായേലിനോടൊപ്പം തന്നെയാണ്. എന്തായാലും ഈ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ നിലപാട് ഏത് രീതിയിലായിരിക്കുമെന്നാണ് കരുതുന്നത് തന്നെയാണ്? ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. നെതന്യാഹുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് വലിയ ആക്രമണങ്ങളിലേക്കൊക്കെ ഇസ്രായേൽ കൂടുതൽ കടന്നത് എന്നുള്ളത്. കൃത്യമായി തുടക്കം മുതൽ ഇന്ത്യയുടെ നിലപാട് ഇസ്രായേലിനൊപ്പം തന്നെയാണ്. അത് ഇസ്രായേലിൻ്റെ യുദ്ധത്തിൽ വിജയമില്ല, അല്ലെങ്കിൽ യുദ്ധത്തിലൊരു നമ്മൾ പറയുമല്ലോ, യുദ്ധത്തിൽ നീതിക്ക് വലിയ ഇതില്ല, മാർഗമാണ് പ്രധാനം എന്നാണ് പറയുന്നത്. ഇന്ത്യക്ക് കൃത്യമായി അറിയാം ഇസ്രായേലിൻ്റെ മാർഗം എന്താണ്, ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത്. കാരണം ഇസ്രായേലിൻ്റെ ജനതയെ മാത്രമല്ല, ഇറാൻ്റെ ജനതയെ കൂടെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇസ്രായേൽ യുദ്ധത്തിന് തയ്യാറാകുന്നത്. ഇപ്പോൾ വ്യോമം മാർഗേണയുള്ള യുദ്ധമാണെങ്കിലും കരയുദ്ധമാണെങ്കിലും ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്, ആകാശമാർഗമുള്ള യുദ്ധമാണെങ്കിലും നമ്മുടെ കരയുദ്ധമാണെങ്കിലും ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് ഇറാനിലെ ജനങ്ങളെ നിങ്ങൾ സുരക്ഷിതരാവും, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, ഞങ്ങളുടെ ലക്ഷ്യം തീവ്രവാദ ശക്തികളെ എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ത്യയും അത് തന്നെയാണ് ഒരിക്കൽ കശ്മീരി ജനങ്ങളോട് പറഞ്ഞത്. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീകരരോടാണ് ഞങ്ങളുടെ യുദ്ധം, അവരെയാണ് ഇല്ലാതാക്കാനും വേരോടെ പിഴുതെറിയാനും ഞങ്ങൾ ശ്രമിക്കുന്നത്. കശ്മീരിലെ ജനങ്ങളെന്ന് പറയുന്നത് ഞങ്ങളുടെ സഹോദരങ്ങളാണ്, അവരെ സംരക്ഷിക്കേണ്ട ചുമതല ഞങ്ങൾക്കാണ് എന്നാണ് ഇന്ത്യ കശ്മീരിനോട് പറഞ്ഞത്. അതേ നിലപാട് തന്നെയാണ് നെതന്യാഹു ഇസ്രായേലും സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ സമാധാന ചർച്ചയ്ക്കായി ഇരു രാജ്യങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇന്ത്യയുടെ ശക്തി എത്രമാത്രമാണ് ഓരോ രാജ്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത്. ഇവിടെയും അത് തന്നെയാണ് ഇസ്രായേൽ. ഇപ്പോൾ പല ട്രോളുകളൊക്കെ ഞാൻ കണ്ടു, മോദി വിളിച്ചു, നെതന്യാഹു ചെയ്തു. അതായത് ഏതൊക്കെ തരത്തിൽ, ഇപ്പോൾ മൊസാദ് എന്ന് പറയുന്ന ചാര സംഘടനയാണ് കൃത്യമായി ഇപ്പോൾ പേജർ പൊട്ടിത്തെറിക്കാനും വാക്കി ടോക്കി പൊട്ടിത്തെറിക്കാനും, ഇപ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവ് പിന്നെ ഭൂമിക്കടിയിലെ ഏതോ ഭൂഗർഭ അറയിലിരുന്നു കൊണ്ട് മണ്ണെണ്ണ വിളക്കിൽ ജീവിതം തള്ളി നീക്കുന്നതുമൊക്കെ മൊസാദ് എന്ന് പറയുന്ന ചാര സംഘടനയുടെ തലയ്ക്കുള്ളിൽ വിരിഞ്ഞ ഓരോ ബുദ്ധിയിലുമാണ് ഇവരൊക്കെ ഭയന്നു പോയത്. ഇതേ ബുദ്ധി തന്നെയാണ് ഇന്ത്യ പലപ്പോഴും പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കെതിരെ ഉപയോഗിക്കുന്നത്. അതേ ഇത് തന്നെയാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മേഖലയിലെ ഇസ്രായേലിൻ്റെ ഓരോ ആയുധങ്ങളും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയതാണ്. ഇന്ത്യയും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖല വൻ കുതിപ്പിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ ദിവസം ഇപ്പോൾ റഫേൽ വിമാനം ഉൾപ്പെടെയുള്ളവ വാങ്ങാനായി അജിത് ഡോവൽ ഫ്രാൻസിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ കണ്ടു. അപ്പോൾ നമ്മുടെ പ്രതിരോധ മേഖലയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജൂതന്മാർക്ക് വേണ്ടിയല്ല ഇന്ത്യ സംസാരിക്കുന്നത്. ഇറാനിലെ സാധാരണ സിവിലിയന്മാരായ ജനങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയും ഇസ്രായേലിലെ ജനങ്ങൾക്ക് വേണ്ടിയും കൂടി ആണ് ഇന്ത്യ സംസാരിക്കുന്നത് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ അറിയാം. നെതന്യാഹു അത് തന്നെയാണ് കൃത്യമായി പറയുന്നത്. എന്തായാലും ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്ന് നമുക്കറിയാം. കേരളത്തിൽ കിടന്ന് CPMകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ കേരള ഘടകമൊക്കെ ഇവിടെ കിടന്ന് ഹിസ്ബുള്ളയുടെ കേരള ഘടകമൊക്കെ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത് പോലെയല്ല ഇന്ത്യക്ക് വ്യക്തമായ നിലപാടുണ്ട്. ഇന്ത്യയുടെ നിലപാട് തീവ്രവാദ ശക്തികളെ തുടച്ചു നീക്കുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇസ്രായേലും സ്വീകരിക്കുന്ന നിലപാട്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ നിലപാടിനൊപ്പം തന്നെ ഇന്ത്യ നിൽക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല ഇന്ത്യ ഇപ്പോൾ ഇസ്രായേലിലുള്ള ജനങ്ങൾക്ക് ഇന്ത്യ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിങ്ങൾ മുന്നറിയിപ്പ് കിട്ടുന്നതിനനുസരിച്ച് മാത്രമേ പുറത്തിറങ്ങാവൂ, കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുക, അതിനുള്ള നമ്പറുകളും കൃത്യമായ കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലിരുന്നാലും ഏത് രാജ്യത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് പ്രശ്നമുണ്ടായാലും ഇന്ത്യ അവിടെ കൃത്യമായ തീരുമാനങ്ങൾ, അവരെ രക്ഷിക്കാനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുമെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇന്ത്യ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ, കാരണം ഇസ്രായേൽ എടുക്കുന്നത് നമ്മളെപ്പോഴും ആവർത്തിക്കുമ്പോൾ പോലെ തീവ്രവാദ ശക്തികളെ തുടച്ചു നീക്കുക, അതേ നിലപാട് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് രണ്ടുപേരും ഒരേ തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് പലരും ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നുണ്ട്.
പക്ഷെ അപ്പോഴും നമ്മൾ ആദ്യം കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ഒരു ആക്രമണമാണ് ഈ ഇസ്രായേലിലേക്ക് നടത്തിയ ഒരു ആക്രമണം. ലെബനന്റെ കടന്ന ആക്രമണം, ലെബനല്ല, ഹമാസ് നടത്തിയ ആക്രമണമാണ് ഇതിനുള്ള തുടക്കം വെച്ചത്. അതിൽ എനിക്ക് തോന്നുന്നു 1200 പേരോളം പേർ ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇസ്രായേൽ ഈ തിരിച്ചടി തുടങ്ങിയത്. ഇതുമായി ബന്ധപ്പെടുത്തി ഇന്ത്യയുടെ ഒരു പഴയ സംഭവം ഓർമ്മിപ്പിക്കും. 1971-ൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉറപ്പായ സമയം ഇന്ത്യ യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കാത്തിരിക്കുകയായിരുന്നു. ആദ്യം ആക്രമിക്കില്ല എന്നതായിരുന്നു ഇന്ത്യയുടെ നയം. ഇതേ നയമാണ് ഇസ്രായേലിന്റെ. പ്രതീക്ഷിച്ചതുപോലെ പാകിസ്ഥാൻ ഇന്ത്യയെ ആദ്യം ആക്രമിച്ചു. കൊൽക്കത്തയിൽ ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച കാര്യം ഇന്ദിരാഗാന്ധി അറിയുന്നത്. ആ വേദിയിൽ വെച്ച് ഇന്ദിരാഗാന്ധി പറഞ്ഞു, താങ്ക് ഗോഡ് ദേ ഹാവ് അറ്റാക്ഡ് അസ് എന്ന്. ബാക്കിയെല്ലാം ചരിത്രം. കാരണം ആദ്യത്തെ വെടി നമ്മളിൽ നിന്ന് ഉതിരില്ല. അതേ നിലപാടാണ് ആർക്കും. ആദ്യത്തെ വെടി നമ്മളിൽ നിന്ന് ഉതിർന്നാൽ അത് ചരിത്ര താളുകളിൽ ഇടം പിടിക്കുക. അത് നല്ല രീതിയിലായിരിക്കില്ല. കാരണം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇവിടെ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുമ്പോൾ ചെറുത്ത് നിൽക്കാൻ ഇന്ത്യ തിരിച്ചടിച്ചേ മതിയാകൂ. അത് യാഥാർത്ഥ്യമാണ്. ഇതുപോലെ തന്നെയാണ്, ഒരു പ്രകോപനവും ഇല്ലാതെ. അതിൽ മറ്റൊരു അർത്ഥം കൂടിയുണ്ട് ചേച്ചി. ഞങ്ങൾ ആരെയും ആക്രമിക്കില്ല, ഞങ്ങളെ ആക്രമിച്ചാൽ വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കുകയുമില്ല എന്നുള്ള ഒരു താക്കീത് ഇന്ത്യ കൊടുക്കുന്നത് പോലെ തന്നെയാണ് നെതന്യാഹു ഇറാന് കൊടുക്കുന്നത്. ലെബനിലെ ഹമാസ് തീവ്രവാദികളാണ് കടന്നാക്രമണം നടത്തിയത് ഇസ്രായേലിലേക്ക്. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ തൊട്ടു, ഇനി ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. ഞങ്ങളുടെ ഞങ്ങളെയും ഞങ്ങളുടെ ജനതയും തൊടാൻ വന്ന നിങ്ങളെ ഇനി ഞങ്ങൾ സമാധാനത്തോടെ ഇരുത്തില്ല. ഇനി നിങ്ങളുടെ വേര് പിഴുതെടുത്തിട്ട് അന്ന് പറഞ്ഞത്, ഞങ്ങൾ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞു, ഇനി സമയവും തീയതിയും തീരുമാനിച്ചാൽ മതി എന്നാണ് നെതന്യാഹു ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ഇറാനെ നീ തീർന്നു, ഇനി രക്ഷയില്ല, നീ തൊട്ടത് ചില്ലറ പുള്ളിയെ അല്ല എന്നുള്ളതാണ് ഇറാൻ ഇനി മനസ്സിലാക്കാനുള്ളത്. അതായത് അന്ന് ഹമാസ് ആണ് ആക്രമിച്ചതെങ്കിൽ 1 വർഷം തികയുന്നതിന് മുൻപേ തന്നെ ഹമാസ് നാമശേഷമായി. ഹമാസിന്റെ ഒരു പൊടി കേൾക്കാനില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ആക്രമണം. ഹിസ്ബുള്ളയുടെ നേതാക്കന്മാർ ഏകദേശം എല്ലാം തീർന്നു കഴിഞ്ഞു. അപ്പോ ഇറാൻ ഡയറക്റ്റ് കൊണ്ടുള്ള കളിയാണ് ഇറാൻ നടത്തുന്നത്. അവരെയും വേരോടെ പിഴുതെറിയും. ഇപ്പൊ ഇറാൻ ഡയറക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞു, കളിയിൽ നേരിട്ട് ഇറാൻ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇറാൻ ഉള്ളതും എന്തായാലും എനിക്ക് തോന്നുന്നു ഒക്ടോബർ 7-ന് മുന്നേ ഇതിലൊരു തീരുമാനം ഇസ്രായേൽ എന്തായാലും അമേരിക്ക കൂടി ഇസ്രായേലിന്റെ സപ്പോർട്ട് നിൽക്കുമ്പോൾ ആയുധങ്ങളും പിന്നെ മിലിറ്ററി വിങ്സും എല്ലാം ഇസ്രായേലിന് കൊടുത്ത് പിന്നെ അമേരിക്ക സഹായിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇറാന്റെ അവസ്ഥ എന്താകും? ഒരു തരി പോലും ബാക്കി ഉണ്ടാകുമോ? അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കും, അത് ഉറപ്പാണ്. കാരണം പാവപ്പെട്ട ജനങ്ങളാണ്, അവർ ഈ യുദ്ധത്തിനെ പിന്താങ്ങുന്നവരായിരിക്കില്ല. മത ആചാരങ്ങളെ കൃത്യമായി അനുഷ്ഠിക്കുന്ന കുറച്ച് പേരെ അവിടെ ഉണ്ടാകൂ. ഈ മത ആചാര്യൻ പറയുന്നത് കേൾക്കുന്ന ഒരു 25% ഉണ്ടാകും. ബാക്കിയുള്ള ആളുകൾ അത്രയും ഈ യുദ്ധത്തെ എതിർക്കുന്നവരായിരിക്കും. ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണം എന്ന് പറയുന്നവരൊക്കെ, അവരെയൊക്കെ നെതന്യാഹു ചേർത്ത് നിർത്തും. അതാണ് ഒരു നല്ല ഭരണാധികാരി എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രു രാജ്യമാണെങ്കിൽ പോലും ആ രാജ്യത്തെ ജനങ്ങളെ ഞങ്ങൾ ഒപ്പം നിർത്തുന്നു. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ അമേരിക്ക ഇസ്രായേലിനൊപ്പം നിൽക്കുന്നുണ്ട്, റഷ്യയുടെ സപ്പോർട്ടാണ് ഇറാനുള്ളത്. എന്നാൽ മറ്റൊരു മുസ്ലിം രാജ്യവും ഈ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. മിഡിൽ ഈസ്റ്റ് ഒന്നും ഇറാനെ സപ്പോർട്ട് ചെയ്ത് വരുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർ പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കൂ, നിങ്ങൾ യുദ്ധം കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധങ്ങളൊക്കെ പഞ്ചപാണ്ഡവന്മാരുടെ കാലത്തുള്ള പൊടി തട്ടി എടുക്കേണ്ട ആയുധം. ഇന്നലെ തന്നെ 200 മിസൈൽ വിട്ടിട്ട് ഇസ്രായേലിന്റെ മണ്ണിൽ പോലും അത് കുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇവരുടെയൊക്കെ മിസൈലിന്റെ ശക്തി എത്രമാത്രമാണെന്നുള്ളത്. ഇറാൻ ആക്രമിക്കുമ്പോൾ അവിടെയുള്ള മുസ്ലിം ആരാധനാലയങ്ങളിൽ നേർക്ക് ഉൾപ്പെടെയാണ് ഈ ഇറാൻ ആക്രമണം അഴിച്ചുവിടുന്നത്. ഈ ഇസ്രായേലിലേക്ക് ആക്രമിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഇറാൻ 200 മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചിട്ടും മരണം ഒന്നും അതുവഴിയുള്ള, അല്ലാതെ നേരിട്ടുള്ള ആക്രമണത്തിലാണ് ഈ 7 പേർ കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ടുകളുണ്ട്. അത് നേരിട്ടുള്ള ഈ നുഴഞ്ഞുകയറ്റക്കാർ ആക്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ 7 പേർ കൊല്ലപ്പെട്ടത്. അല്ലാതെ 200 മിസൈലുകൾ ആക്രമിച്ചതിൽ ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് തെരുവിലൂടെ നടന്നുപോയ ഒരു പാലസ്തീൻകാരനാണ് അപ്പോഴും കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നത്. പിന്നൊന്ന് 200 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് ഇന്നലെ അയച്ചത്. അതിൽ ഭൂരിഭാഗവും ജോർദാൻ എന്ന മുസ്ലിം രാജ്യത്തിന്റെ മുകളിൽ വെച്ച് തന്നെ ഇസ്രായേൽ തകർത്തു. അപ്പോൾ ജോർദാൻ ആർക്കൊപ്പം നിൽക്കും?
ഇറാനൊപ്പം നിൽക്കുമോ ഇസ്രായേലിനൊപ്പം നിൽക്കുമോ? ജോർദാൻ ഇസ്രായേലിനൊപ്പം നിൽക്കേണ്ടി വരും. കാരണം ഇറാൻ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് അയച്ചതാണെങ്കിൽ അത് തകർക്കപ്പെട്ട് ജോർദാന്റെ മുകളിലാണ് വീണത്. അതെ, ജോർദാൻ ഇസ്രായേലിനൊപ്പം തന്നെ നിൽക്കും, അതിലൊരു സംശയം വേണ്ട. എന്തായാലും ഇനി കാത്തിരുന്ന് നമ്മൾ കാണണം. കാരണം കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇസ്രായേലിന്റെ തിരിച്ചടി അതിഭയങ്കരമായിരിക്കും. അത് ഇറാന് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും. ഇറാന് വേണ്ടി കരയുന്നവർ ഇപ്പോഴേ കരഞ്ഞ് നിലവിളിച്ച് തുടങ്ങിക്കോളൂ. കാരണം പിന്നീട് നിങ്ങൾക്ക് കണ്ണീരുണ്ടാവില്ല. കാരണം തിരിച്ചടി അത് ശക്തമായിരിക്കും. അതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. നെതന്യാഹു ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടതിൽ നെതന്യാഹു വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും ഞങ്ങളുടെ തിരിച്ചടി എന്ന് നെതന്യാഹു പറയുന്നുണ്ട്. അത് സത്യവുമായിരിക്കും. തീർച്ചയായിട്ടും.